കഴിഞ്ഞ ലേലത്തിൽ കുഴപ്പമുണ്ടാക്കിയ ശ്രീകണ്ഠനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെന്ന് അയാൾ വാദിച്ചാൽ? സത്യം സാറിന് അറിയാമല്ലോ. ഈ റേഞ്ചിലെ 7-6 ഗ്രൂപ്പും ചുളുവിൽ വിളിച്ചെടുത്ത അയാൾക്ക് പാളയം ഗ്രൂപ്പ് കിട്ടില്ലെന്ന് കണ്ടപ്പോൾ ഗുണ്ടകളെ ഇറക്കി ചെയ്യിച്ചതാണ്. ആകട്ടെ കൈമൾ, അതിന് നിർത്തിവെച്ച പാളയം മാത്രം റിയോക്ഷൻ ചെയ്താൽ പോരെ? പോരാ സാർ. ജില്ലാ കളക്ടർ എന്ന നിലയിൽ സാർ പറയുന്ന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ശ്രീകണ്ഠൻ വിളിച്ചെടുത്ത അടക്കം വീണ്ടും ലേലം ചെയ്യണം. ഇല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ഉടുപ്പും ധരിച്ച് നടക്കുന്നതിൽ അർത്ഥമില്ല സാർ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഓൾ റൈറ്റ്, എങ്കിൽ നിങ്ങൾ ഒരു റിപ്പോർട്ട് എഴുതരും. നിങ്ങളിവിടെ നിൽക്ക്. നമസ്കാരം. വരൂ, ഇരിക്കൂ. സാറിനോടൊരു കാര്യം പറയാൻ. എന്താ? സാറിനറിയാലോ, കഴിഞ്ഞ വർഷം സർക്കാരിൽ നിന്ന് ചാരായം കിട്ടാതെ എനിക്ക് ഒത്തിരി നഷ്ടം വന്നു. ഇത്തവണ അത് നികത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ഇന്ന് കേട്ടു ഞാൻ വിളിച്ചെടുത്ത ഷാപ്പുകൾ എനിക്ക് ഉറപ്പിക്കരുതെന്നും പറഞ്ഞ് സാർ റിപ്പോർട്ട് ചെയ്തെന്ന്. ശരിയാണ്. എന്നെ ബുദ്ധിമുട്ടിക്കരുത് സാർ. എന്റെ പ്രയാസങ്ങൾ പറയണ്ട. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ? എന്ത് ചെയ്താലും എന്റെ പ്രിൻസിപ്പിൾ വിട്ട് ഇക്കാര്യത്തിൽ ഞാൻ പ്രവർത്തിക്കില്ല. എന്നങ്ങ് ഉറപ്പിച്ച് പറയാതെ. 5-8 കൊല്ലമായിട്ട് സാറിന് എന്നെ അറിയാമല്ലോ. ഇയാൾ കാണിച്ച നെറിയേടുകൾ മുഴുവൻ അറിയാം. കൈമൾ സാർ, തന്റെ രാഷ്ട്രീയ സ്വാധീനവും പണത്തിന്റെ തിളപ്പും കൊണ്ട് എന്ത് പോക്രിത്തരവും കാണിക്കാമെന്ന് വിചാരിച്ചോ? അതിന് ഭയപ്പെടുന്നവനല്ല ഞാൻ. ഒരു ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ തന്റെ ചൊൽപ്പടിക്ക് നിർത്താമെന്നാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. കിട്ടുവോ? തന്നെക്കാ വലിയവരെ ഇറങ്ങി പോണം മിസ്റ്റർ. എടാ കൈമളെ, നിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാസത്തിൽ 1000 ചില്ലുവാനും രൂപ ശമ്പളം വാങ്ങുന്ന തനിക്ക് ഈ മാളിയ പണിയാൻ എവിടുന്നാടോ കാശ്? തന്റെ തറവാട്ട് സ്വത്തോ അതോ തന്റെ അപ്പം സമ്പാദിച്ചോ? ശ്രീകണ്ഠൻ, നിന്റെ ഒരു പ്രിൻസിപ്പിൾ മൂത്ത പെണ്ണിന് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയക്കാനുള്ള പണം എവിടുന്നാടോ? എന്നെ പോലെയുള്ള പാവപ്പെട്ട അബ്കാരി കോൺട്രാക്ടർമാരെ ഞെക്കിപ്പിഴിഞ്ഞെടുത്ത കാശല്ലടോ. നിർത്തണോ? എനിക്ക് രാഷ്ട്രീയ സ്വാധീനം വേണ്ട. ഈ നിമിഷം നിന്നെ കുടുംബത്തോടെ വെട്ടിനുറുക്കാൻ ഇവര് മതി. ഇല്ലെങ്കിൽ നാളെ കാലത്ത് 10 മണിക്ക് താൻ എഴുതി കൊടുത്ത റിപ്പോർട്ട് പിൻവലിക്കണം. വാടാ. കുമാരേട്ടാ, വാസുവിന്റെ കാര്യം എന്താ? നീ ഇങ്ങനെ തീ തിന്നണ്ട. ആ കേസ് രാജിയായി. പൊള്ളാണോ കുമാരേട്ടാ? കുത്തുകൊണ്ടെന്ന് തന്നെയാ ഒത്തുതീർപ്പിന് ഇങ്ങോട്ട് വന്നത്. ശാരദ പോ, വാസു വീട്ടിൽ വന്നു. ഞാൻ DC ഒന്ന് വരട്ടിയപ്പോ നമ്മൾ വിളിച്ച ഷാപ്പുകൾ നമുക്ക് തന്നെ കിട്ടി. ഇനി പാളയമേ ബാക്കിയുള്ളൂ, അതും കിട്ടും. നീ ഒളിവിലായതുകൊണ്ട് സ്പിരിറ്റാ കിട്ടാത്തത്. ഞാൻ പോവാൻ മലയാളി. അതുകൊണ്ട് കാര്യമില്ല. അവിടെ നിന്ന് സ്പിരിറ്റ് തരുന്ന KRC ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും. സ്വാമി. ഓ, ശ്രീയേട്ടൻ കുളിച്ചോ? ഇനി വാസു പോയിക്കോ. ബാംഗ്ലൂർക്ക് പോകേണ്ട ദിവസം ഞാൻ പറയാം. കനകത്തെ ഏൽപ്പിച്ചോളൂ. എന്താ ഇത്? KRCക്ക് കൊടുക്കാനുള്ള കാശാ. നമ്മൾ ഇന്ന് എസ്റ്റേറ്റിലേക്ക് പോകുന്നു, അയാൾ അവിടെ എത്തും. ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ കുടിച്ചു. എന്നെ കാണാത്ത വിഷമം കൊണ്ടാ. ഇപ്പൊ തീർന്നില്ലേ വിഷമം? ആ, തീർന്നു. വാസുവേട്ടൻ പോയ പിന്നെ അച്ഛൻ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. കണ്ടവർക്ക് വേണ്ടി വഴക്കിന് പോയിട്ട് വല്ലതും പറ്റിയാ അപ്പൊ ആരും ഉണ്ടാവില്ല നോക്കാൻ. ഒരാളുണ്ടാവും. ആര്? KRC എപ്പോ എത്തി? നിങ്ങൾ പോയ ഉടനെ. ഹലോ സാർ. ഹലോ. ഞാൻ നമ്മുടെ ചാരായം മിക്സ് പண்ற സ്ഥലത്ത് പോയിരുന്നേ. കനകം എടുത്തു വെക്കേ. சுகர் ஃபேக்டரியில எக்கச்சக்கமான ஸ்பிரிட் இருக்கு. ஆனா நீங்க நினைக்கிற மாதிரி இப்ப பழைய விலைக்கு கொடுக்க மாட்டாங்க. விலை கொஞ்சம் கூடுதலா சொல்றாங்க.
அது மட்டும் இல்லாம இப்ப இந்த பெங்களூர் காலிக்கட் ரூட்ல நிறைய செக் போஸ்ட புதுசா போட்டு கழுத்து அறுக்குறாங்க. அவங்களுக்கெல்லாம் சம்திங் கொடுக்கணும்ல. എന്നാലും മിസ്റ്റർ KRC, നിങ്ങൾ പറയുന്ന റേറ്റ് ரொம்ப ஜாஸ்தி. ஒரு விட்டுவீழ்ச்சி செய்யாத முடியாது. You see, Mr. Srikandan, big guns like politicians, government officials, factory owners, இவங்க எல்லாரும் சேர்ந்த சிண்டிகேட்ல நான் ஒரு சின்ன ஏஜென்ட். இந்த மாசம் சப்ளை பண்ண ஃபுல் ஸ்பிரிட்டுக்கு மொத்த பேமெண்ட் வாங்காம நான் பெங்களூர் போவே முடியாது. எல்லாரும் சேர்ந்து என்ன கொலையே பண்ணி போட்டுடுவாங்க. എന്റെ പണം കിട്ടാത്തോണ്ട് KRC ചാവണ്ട. നെക്സ്റ്റ് ലോഡ് എപ്പോ അത് ചൊല്ല്. ഇங்க സ്പിരിറ്റ് கொஞ்சம் கூட இல்லை. முதல்ல பணம் கொடுங்க, அப்புறம் லாரி அனுப்புங்க. ஸ்பிரிட் தானா வரும்.